പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, അതിലെ പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. പ്രിയ ദൈവമക്കളെ, 1 കൊറിന്തോസ് 1:10 നമ്മുടെ കുടുംബങ്ങളും നമ്മുടെ വ്യക്തി ജീവിതവും എല്ലാം അനുഗ്രഹിക്കപ്പെടുന്നതിന് വേണ്ടിയുള്ള ഒരു വചനം ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാൻ പോകുന്നതാണ്. അതിപ്രകാരമാണ്: സഹോദരരെ, നിങ്ങൾ എല്ലാവരും സ്വരച്ചേർച്ചയോടും ഐക്യത്തോടും ഏക മനസ്സോടും ഏക അഭിപ്രായത്തോടും കൂടി വർത്തിക്കണമെന്ന് കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു എന്ന തിരുവചനം. ദൈവമക്കളെ, നമ്മുടെ കുടുംബങ്ങളിൽ ഭിന്നതകളും അതുപോലെ തന്നെ ഐക്യക്കുറവും എല്ലാം വരുമ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം: ദൈവാനുഗ്രഹത്തിൽ നമ്മൾ അകലേക്ക് പോവുകയാണ്. സ്വച്ഛന്ദ സുന്ദരമായി തീരങ്ങളെ തട്ടി തലോടി ഒഴുകുന്ന കൊച്ചരുവിയെ നമ്മൾ എത്രയോ സുന്ദരമായിട്ടാണ് മനോഹരമായിട്ടാണ് നമ്മൾ കാണുന്നത്. എന്നാൽ വറ്റി വരണ്ട ജലാശയം, വറ്റി വരണ്ട് വീണ്ട് കീറിയ ഒരു അവസ്ഥയെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കി. നമ്മുടെ കുടുംബം ഇതാ നീർച്ചാലിനരികെ നട്ടതും യഥാകാലം ഫലം നൽകുന്നതുമായ ഒരു വൃക്ഷം പോലെയാണോ നമ്മുടെ കുടുംബത്തില് സന്തോഷവും സമാധാനവും അതുപോലെ തന്നെ നമ്മുടെ കുടുംബത്തില് ഐക്യമുണ്ടോ? നമ്മളൊന്ന് മനസ്സിലിരുത്തണം, ചിന്തിക്കണം. നസ്രത്തിലെ തിരുക്കുടുംബം പോലെ ആകുവാനാണ് നമ്മുടെ കുടുംബങ്ങളുടെ എല്ലാം വിളി. ദൈവമക്കളെ, ഞാൻ നിങ്ങളെ ഈ ഉൽപ്പത്തി പുസ്തകത്തിലെ 11-ാം അധ്യായത്തിലെ ബാബേൽ ഗോപുരം പണിയുന്ന ആ ഒരു രംഗത്തിലേക്ക് കൊണ്ടുപോവുകയാണ് നിങ്ങളെ. ഈ ബാബേൽ ഗോപുരം പണിയാനായിട്ട് അവർ തീരുമാനിച്ചപ്പോൾ അവർ ദൈവത്തിന് എതിരായിട്ട് പ്രവർത്തിക്കുവാനായിട്ടാണ് അവരുടെ ആഗ്രഹം. അവരുടെ പ്രശസ്തി, അവരുടെ പേര് നിലനിർത്താൻ വേണ്ടിയാണ് അവർ പ്രകാരം തുടക്കമിട്ടത്. എന്നാൽ ദൈവം അവിടെ ഭാഷ ഭിന്നിപ്പിക്കുകയാണ്. ഒരാൾ പറയുന്ന കാര്യം മറ്റൊരാൾക്ക് മനസ്സിലാകുന്നില്ല. അവിടെ ഭിന്നത വന്ന്, അടി വന്നു, പ്രശ്നങ്ങളായി. ദൈവത്തിന്റെ പൊന്നുമക്കളെ, ഇതാ നിങ്ങളെ അപ്പോസ്തല പ്രവർത്തനങ്ങൾ 2-ാം അധ്യായത്തിലെ 6-ാം വാക്യത്തിലേക്ക് ഞാൻ കൊണ്ടുപോവുകയാണ്. എന്താണെന്നറിയാമോ? അവിടെ പെന്തക്കോസ്തായുടെ ആ പരിശുദ്ധാത്മാവിന്റെ നിറവിന്റെ അനുഭവത്തിലെ ദൈവമക്കള് ഒരുമിച്ച് കൂടി വിവിധ രാജ്യങ്ങളിൽ നിന്ന്, വിവിധ ദേശങ്ങളിൽ നിന്ന്, വിവിധ ഭാഷകൾ സംസാരിക്കുന്നവർ ഒരുമിച്ച് കൂടി. എന്നാൽ പത്രോസ് ഒരു ഭാഷയിൽ സംസാരിച്ചു. അവർ താന്താങ്ങളുടെ അതേ ഭാഷയിൽ ശ്രമിച്ചു. വിവിധ ഭാഷകളിൽ അവർ ശ്രമിച്ചു. ഞാനിവിടെ നിങ്ങളെ കൊണ്ടുപോകുന്ന നമ്മുടെ കുടുംബത്തില് ഇന്ന് ഭർത്താവ് പറയുന്നത് ഭാര്യയ്ക്ക് മനസ്സിലാവുന്നില്ല, ഭാര്യ പറയുന്നത് ഭർത്താവിന് മനസ്സിലാവുന്നില്ല, അപ്പം പറയുന്നത് മക്കൾക്ക് മനസ്സിലാവുന്നില്ല, അമ്മ പറയുന്നത് മക്കൾക്ക് മനസ്സിലാവുന്നില്ല, മക്കൾ പറയുന്നത് അപ്പനും അമ്മയ്ക്കും മനസ്സിലാകുന്നില്ല. എന്താ എൻ്റെ അപ്പൻ ഇങ്ങനെ, എന്താ എൻ്റെ അമ്മ ഇങ്ങനെ? അപ്പൻ സങ്കടത്തോടും എന്താ എൻ്റെ മക്കൾ ഇങ്ങനെ? ദൈവത്തിന്റെ പൊന്നുമക്കളെ, നമ്മുടെ കുടുംബങ്ങളില് ബാബേൽ അരൂപിയായി മാറുന്നു. ബാബേൽ അരൂപി നമ്മുടെ കുടുംബത്തിലുണ്ടെങ്കിൽ നമ്മുടെ കുടുംബം ഇതാ ചിന്നിച്ചിതറും, നമ്മുടെ കുടുംബം തകർന്നു പോകും. അതിനാൽ ദൈവത്തിന്റെ പൊന്നുമക്കളെ, നമ്മുടെ കുടുംബങ്ങളിൽ വേണ്ടത് പെന്തക്കോസ്തായിൽ പരിശുദ്ധാത്മാവ് വന്ന ആ സമയത്തുള്ള ആ ഐക്യവും സ്നേഹവും സ്വർഗീയ സന്തോഷവുമാണ്. അതിനുവേണ്ടി നമുക്ക് പരസ്പരമുള്ള ഭിന്നതകൾ, വെറുപ്പ്, അതുപോലെ തന്നെ മറ്റെല്ലാ ഈശോയുടെ പരിശുദ്ധാത്മാവിന് ചേരാത്തതെല്ലാം നമ്മുടെ കുടുംബത്തിൽ നമുക്ക് മാറ്റാം. നമ്മുടെ കുടുംബം നസ്രത്തിലെ തിരുക്കുടുംബം പോലെ സന്തോഷവും സമാധാനവും കുടുംബമായിട്ട് മാറും.